അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടി ഇറാനും ഇസ്രായേലും പരസ്പരം ഇപ്പോൾ ആക്രമണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. എത്ര സമയത്തേക്കാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന കാര്യമൊന്നും ഇപ്പോൾ വ്യക്തമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലെ രാത്രി ഇറാനിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത്. ഇതിന് തിരിച്ചടിയായി ഇറാന്റെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലിന് നേർക്ക് ഉണ്ടായിട്ടുള്ളത്. ഇസ്രായേൽ മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന്റെ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ ആക്രമണം നടത്തിയത് എന്നാണ്. ഇറാൻ തിരിച്ചടിക്കാൻ ഒരു കാരണവുമുണ്ട്. ഇന്നലെ രാത്രി അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാനിൽ നടത്തിയത്. അതിനൊരു തിരിച്ചടി നൽകുക എന്നത് ഇറാന്റെ അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇറാൻ തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഹൈഫ, ബിർഷിബ, ഹദീറ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കാണ് ഇന്ന് രാവിലെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇതിൽ ഇറാന്റെ ഒരു മിസൈൽ ബിർഷിബയിലുള്ള ഒരു കെട്ടിടത്തിൽ നേരിട്ട് പതിച്ചിരിക്കുകയാണ്. കനത്ത നാശനഷ്ടം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 8 പേർ ഈ ആക്രമണത്തിൽ, ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 8 പേർ ഇവിടെ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 30-ൽ കൂടുതൽ ആളുകൾക്ക് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നാണ്. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബിർഷിബയിലുള്ള 7 നില കെട്ടിടത്തിന് നേർക്കാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ തകർന്ന കെട്ടിടത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുട്ടുമടക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് തങ്ങളും വെടിനിർത്തുകയാണ് എന്നാണ്. പക്ഷേ ഇറാൻ ഇനിയും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയാണ് എങ്കിൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്നാണ് നെതന്യാഹു ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2 ദിവസം മുമ്പ് വരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നത് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഖാംനെയിയെ വധിക്കും, അതുപോലെ ഇറാനിൽ നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു ഭരണകൂടത്തെ ഇറാനിൽ കൊണ്ടുവരും, അതിനെല്ലാം പുറമെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ പൂർണ്ണമായും നശിപ്പിക്കും, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശക്തിയെ നശിപ്പിക്കുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം. പിന്നെ ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യ, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിക്കും. പക്ഷേ അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയതിനു ശേഷവും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള റേഡിയേഷൻ പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് അമേരിക്ക ആക്രമണം നടത്തിയിട്ടും B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ എല്ലാ പ്രഖ്യാപനങ്ങളും വെറുതെയായിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇറാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടി ഇസ്രായേലിലുള്ള കുടിയേറ്റക്കാർക്ക്, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള കുടിയേറ്റക്കാർക്ക് ഒരു കാര്യം മനസ്സിലായിരിക്കുകയാണ്. തങ്ങളെ സംബന്ധിച്ച് ഇസ്രായേൽ എന്നത് ഒട്ടും സുരക്ഷിതമായ രാജ്യമല്ല. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ എന്ന രാഷ്ട്രം ഇത്രത്തോളം ശക്തമായി നിലനിൽക്കുന്ന കാലത്തോളം തങ്ങൾക്ക് ഇസ്രായേൽ ഒട്ടും സുരക്ഷിതമല്ല എന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ജൂത കുടിയേറ്റക്കാർക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇവർ ഉടനെ തന്നെ ഇസ്രായേൽ വിടുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖ്ചി അതിനോട് പ്രതികരിച്ചത് ഇസ്രായേലാണ് ആദ്യമായി ഇറാനിലേക്ക് ആക്രമണം നടത്തിയത്, ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുകയാണ് എങ്കിൽ ഇറാനും ആക്രമണം അവസാനിപ്പിക്കാമെന്നാണ്. പക്ഷേ ഇസ്രായേലിലേക്ക് ഏറ്റവും അവസാനമായി ആക്രമണം നടത്തിയത് ഇറാനാണ്. അതിന് തിരിച്ചടി ഇന്നലെ രാത്രി ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയായിട്ടാണ് ഇറാൻ ഇന്ന് രാവിലെ ഇസ്രായേലിലേക്ക് അതിശക്തമായ രീതിയിലുള്ള ആക്രമണം തന്നെ നടത്തിയത്. ഈ ആക്രമണത്തിൽ ഒരു പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് തിരിച്ചടി ഉണ്ടാവുകയാണ് എങ്കിൽ വെടിനിർത്തൽ കരാർ പൊളിയും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. കാരണം ഇന്ന് രാവിലെ അതിശക്തമായ തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടായിട്ടുള്ളത്.